കറക്റ്റ് ഭക്ഷണത്തിന്റെ സമയം ഹാജരാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറയ്ക്കാൻ. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവിധ ആപത്തിൽ നിന്ന് കാക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഉണ്ടോ? ഒന്ന് മറുപടി പറയാം മനുഷ്യന്മാരെ. എന്ത് മനുഷ്യന്മാരായത്? അള്ളാഹു റസൂൽ സഹാബത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സഹാബികൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എവിടെ? ഇല്ല, ഇല്ല, ഉറപ്പ് ഉണ്ട്. അതില്ലാന്ന് നിങ്ങളെ പറയിപ്പിച്ചിട്ട് വേണം ഉണ്ടെന്ന് എനിക്ക് പറയാൻ. പക്ഷെ അവര് മരിച്ചത് തിന്നിട്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പക്ഷെ മരിച്ചത് എപ്പോഴാ? തിന്നിട്ടല്ല. ഞാൻ പറയുന്നു സഹാബികൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. നമ്മൾ എന്ന് കേൾക്കണത് തന്നെ കേട്ടിട്ട് പോലെ പുതിയ കാര്യങ്ങൾ കേട്ടു, പുതിയത് പറയണം. എന്നാൽ ഇത് മുമ്പുള്ള ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവര് മരിച്ചത് ഇമാതിരി തീറ്റ തിന്നിട്ടല്ല. പിന്നെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد يعصون الله ما أمرهم ويفعلون ما يؤمرون. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് ഖുർആന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളെ അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളണേ. നിങ്ങളുടെ മക്കള് നാളെ നരകത്തിന് പോകാതെ, നിങ്ങളുടെ ഭാര്യ നാളെ നരകത്തിന് പോകാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. നരകം എന്താന്നറിയോ? നാളെ നരകത്തിൽ അല്ലാഹു തീ കൊളുത്തുന്നത് പച്ച മനുഷ്യരുടെ തലമുടിയിൽ തീ കൊളുത്തിയിട്ട് അടുപ്പിലേക്ക് വിറക് തള്ളി കയറ്റുന്നത് പോലെ മനുഷ്യരുടെ തലമുടിയിൽ തീ കൊളുത്തി അവന്റെ തലയിലേക്ക് തീ പടർന്നു കയറുമ്പോ വിറക് കൊള്ളിയെടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുന്ന പെങ്ങളെ, അതേപോലെ നിന്നെടുത്ത് അടുപ്പിലോട്ട് കയറ്റി വെക്കുന്നത് പോലെ മനുഷ്യന്റെ തലയിൽ തീ കൊളുത്തി അല്ലാഹു നരകത്തിന് തീ കൊളുത്തുമെന്ന് ആയത്ത് ഇറങ്ങിയപ്പോ ഈ ആയത്ത് കേൾക്കേണ്ട താമസം അതാ കേട്ടിരുന്ന യുവാവായ സഹാബി ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധരഹിതനായി താഴെ വീണു. ആയത്ത് കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ആ സഹാബി ബോധരഹിതനായി താഴെ വീണു. അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ നിന്നിറങ്ങി താഴെ മണ്ണിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ആ സഹാബി മണ്ണിൽ കിടന്നിട്ട് പിടയ്ക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന യുവാവായ സഹാബിയുടെ നെഞ്ചിലേക്ക് ആ സഹാബിയുടെ നെഞ്ചിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ എടുത്ത് വെച്ചിട്ട് കിടന്ന് പിടക്കുന്ന സഹാബിയോട് പറഞ്ഞു അത്രേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. മണ്ണിൽ കിടന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയസ്തംഭനം വന്ന് ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ, നരകത്തെ കുറിച്ചുള്ള ഒരായത്ത് കേട്ടപ്പോ നാളെ തന്റെ മക്കളും ഭാര്യയും ഒക്കെ തന്റെ മുമ്പിൽ വെച്ച് നരകത്തിലോട്ട് വലിച്ചെറിയുന്ന ആയത്ത് കേട്ടപ്പോ മണ്ണിൽ മലർന്ന് കിടന്ന് പിടയ്ക്കുന്ന സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കയ്യിൽ കൈ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് പറഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കയ്യിൽ കിടന്ന സഹാബി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാ ഈ നരകത്തെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോ, നാളെ മരിക്കണമെന്നുള്ള ചിന്തയുണ്ടായപ്പോ, നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്തയുണ്ടായപ്പോ
ആർക്കാ ചിന്തയുള്ളത്? ആഖിറത്തെ ആർക്കാ ചിന്തയുള്ളത്? പരലോകത്തെ ആർക്കാ ചിന്തയുള്ളത്? തഫക്കറതു ഫീ ഹശ്രി വയൗമ ഖിയാമത്തി وإدخال جسمي في المكابر ثابيا മാമാര് പറയുകയാ, പാതിരാ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ചിന്ത എന്താ? പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു പോയി. നാളെ എന്റെ ശരീരം കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നത് ചിന്തിച്ചു പോയി. തഫക്കറതു ഫീ തൂരി ഹിസാബി ഗൈറദിഹി وذلي مقامي حين أعطى كتابيا പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പ് വിചാരണയ്ക്ക് നിൽക്കുന്ന ദിവസത്തിന് ചിന്തിച്ചു പോയി. സഹോദരങ്ങളെ, ചിന്തിക്കാൻ കഴിയണം. 6 അടി ശരീരത്തിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണായിട്ട് ഒതുങ്ങി തീരുമ്പോ, ഒരു പിടി മണ്ണായി ഒടുങ്ങി തീരുമ്പോ എല്ലാവരും ഒരു പിടി മണ്ണായി കിടക്കുകയാ. ഇസ്രാഫീൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയും, മീകായിലേ ഒരു മഴ പെയ്യിപ്പിക്കും. മീകായിലേ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നതിന് മുമ്പ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വലിയ മഴ പെയ്യും. ആ മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ മഴത്തുള്ളി പോലെയല്ല, അത് പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിക്ക് സമാനമാണ്. ആ മഴത്തുള്ളി എന്ന് നബി മുഹമ്മദ് മുസ്തഫ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫസഉൽ അക്ബറായി പറയുന്നത്, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതിയിട്ടില്ല. ആ സമയത്ത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മഴ പെയ്യിപ്പിക്കും. ആ മഴത്തുള്ളി ഇപ്പോഴത്തെ മഴത്തുള്ളി പോലെയല്ല, അതിന്റെ മഴത്തുള്ളി പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളി പോലെ. ആ മഴത്തുള്ളി ഭൂമിയിലേക്ക് വീടും. സഹോദരങ്ങളെ, ഏതൊരു ഖബറിന്റെ ഉള്ളിലാണോ പിടിമണ്ണായി നമ്മൾ അവശേഷിക്കുക, ആ മണ്ണിലേക്ക് ഈ പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിക്ക് സമാനമായ മഴത്തുള്ളി വന്ന് വീടുമ്പോ ആ സമയത്താണ് നമ്മുടെ ശരീരമേത് മണ്ണിലാണോ ലയിച്ചു ചേർന്നത്, ആ ലയിച്ചു ചേർന്ന മണ്ണിലേക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പെയ്യിപ്പിക്കുന്ന മഴത്തുള്ളി വന്ന് വീഴുമ്പോ ആ സമയത്താണ് നമുക്ക് പുനർജന്മമുണ്ടായി. ആ സമയത്ത് നമ്മൾ ഈശ രൂപത്തോട് ഭാവത്തോട് അതേ കയ്യോട് കാലോട് അവൻ ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ആ സമയത്താണ് ഇസ്രാഫീൽ രണ്ടാമതോടുക. ഈ മഴത്തുള്ളി മണ്ണിൽ വീണു, നമുക്ക് ശരീരമുണ്ടായി. ഇസ്രാഫീൽ രണ്ടാമത് സൂറന്ന കാഹളത്തിലൂടെ അവരവരുടെ ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. മണ്ണിൽ കിടക്കുക, മണ്ണിൽ കിടക്കുമ്പോ ഈ ഇന്ദ്രിയത്തുള്ളി പോലെയുള്ളത് നമ്മുടെ ശരീരം ഏത് മണ്ണിലാണോ ലയിച്ചു ചേർന്നത് അവിടെ വന്ന് വീഴുമ്പോ നമ്മൾ ഈ ജീവിച്ച അതേ രൂപത്തോടെ എന്താ ചിന്തിക്കണ? എന്താ ഉപ്പാന്റെ മുതുകിൽ നിന്നൊരു ഇന്ദ്രിയത്തുള്ളിയായി വന്ന് ഉമ്മാടെ ഗർഭാശയത്തിൽ വന്ന് ഗർഭധാരണം നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം കൊള്ളാം വലിപ്പമുള്ള, പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാം വ്യാപ്തിയിൽ വ്യാപിക്കുന്ന, 12 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയും 140 ഗ്രാം തൂക്കവുമുള്ള ഉമ്മാടെ അണ്ടാശയത്തിന്റെ ഉള്ളിലേക്ക് വന്ന് 4 മാസം കൊണ്ട് രക്തപിണ്ഡമായി, പിന്നെ മാംസപിണ്ഡമായി, പിന്നെ കാല് വന്ന് കൈ വന്ന് ഒരു ഇന്ദ്രിയത്തുള്ളി എന്നല്ലേ ഈ കാണുന്ന രൂപത്തിൽ 9 മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നത്. അള്ള പറയടാ, നീ മരിച്ചിട്ട് പിന്നെ മണ്ണായാല് വീണ്ടും ഇതുപോലൊരു ഇന്ദ്രിയത്തുള്ളി പോലെ മഴ പെയ്യും, അത് ഈ മണ്ണിൽ വന്ന് വീഴും, നീ വീണ്ടും